ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ട്രിയോ ട്രാവലറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഒക്ടോബർ 11-ാം തീയതി ഞായറാഴ്ചയാണ്. രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു 11:30 മണിയൊക്കെ ആകുന്നു. അപ്പൊ വീട്ടിലിങ്ങനെ ബോറടിച്ചിരുന്ന സമയത്താണ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ പോകാന്ന് പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ തപ്പിയതാണ്. വ്യൂ പോയിന്റ്സ് നിയർ മീ എന്ന് ഞാനൊന്ന് അടിച്ചു കൊടുത്ത് നോക്കി. അപ്പോഴത്തേക്കാണ് ഒരു സംഭവം, അതായത് വല്ലഭൻ കുന്ന് ഹിൽ ടോപ്പ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് ഒരു വ്യൂ പോയിന്റ് എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ അടുത്തായിട്ട് ഞാൻ ഈ സംഭവം കണ്ടത്. അപ്പൊ എന്റെ വീടെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് ഓയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രമേ ഉള്ള ഈ ഒരു വല്ലഭൻ കുന്ന് എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പൊ ഞാൻ വല്ലഭൻ കുന്ന് വ്യൂ പോയിന്റ് എന്ന് ഗൂഗിളിൽ ഡയറക്റ്റ് അടിച്ചു കൊടുത്തിട്ട് എനിക്ക് ആ ഒരു സംഭവം കിട്ടിയില്ല. ഗൂഗിൾ മാപ്പിൽ ഒരു പക്ഷെ നമ്മൾ ഈ ഒരു എന്റെ അടുത്ത ഏരിയയിലുള്ള സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ കിട്ടില്ല. സംഭവം എന്ന് പറയുന്നത് ഒരു ഹിഡൻ ജമ്മു എന്ന് പറയാം. കാരണം അതിനകത്തുള്ള കുറെ ഫോട്ടോസും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അമ്മാതിരി ഒരു അടിപൊളി പ്ലേസ് എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ അങ്ങനെ എന്നാലും കരുതി എന്നാൽ ചൂടോടെ പോയി കണ്ടു കളയാമെന്ന്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിളിൽ ഒരു പക്ഷേ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ഗൂഗിളിന്റെ ലൊക്കേഷൻ ഞാനിടാം. ഇത് കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും അടുത്തുള്ള ഒരു ബോർഡറിലായിട്ടാണ് ഈ ഒരു സ്ഥലമുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ മൂതല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പകൽക്കുറിക്കടുത്ത് മൂതല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്തിനടുത്തായിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് അങ്ങോട്ട് ഈ ഒരു വല്ലഭൻ കുന്ന് വ്യൂ പോയിന്റിലേക്ക് പോയിട്ട് അവിടുത്തെ സംഭവങ്ങളും ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ജഡായു പാറയുടെ ഒരു വ്യൂ പോയിന്റ് സംഭവങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടും എന്നാണ് റിവ്യൂസിലൊക്കെ അറിയാൻ കഴിഞ്ഞത്. റിവ്യൂസിലിട്ടേക്കുന്ന ഫോട്ടോസ് ഒക്കെ അടിപൊളി ഫോട്ടോസ് ആണ്. ഫേസ്ബുക്കിൽ ഇവർക്ക് പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ആ ലൊക്കേഷന്റെ ലിങ്കും ഫേസ്ബുക്കിന്റെ പേജും ഒക്കെ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. കാറിലാണ് ഇപ്പൊ എന്തായാലും പോകുന്നത്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ടൊന്ന് പോയിട്ട് അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഓക്കെ. ഞാൻ ഇവിടെ മാപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഞാൻ വ്യൂ പോയിന്റ് നിയർ മീ എന്നാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു വല്ലഭൻ കുന്ന് വ്യൂ പോയിന്റിന്റെ സംഭവമാണ്. അപ്പൊ എന്റെ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സംഭവം ഇതേ കാണുന്നത്. ഇതിന്റെ ഒരു വീഡിയോസോ ബാക്കി കാര്യങ്ങളോ ഒന്നും യൂട്യൂബിൽ ഇതുവരെയും വന്നിട്ടൊന്നും ഇല്ല. പോകുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് കുറച്ച് റിവ്യൂസും ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് ഒരു മാപ്പ് ഇട്ടിട്ട് നമുക്ക് എന്തായാലും ലൊക്കേഷനിലോട്ടൊന്ന് പോയിട്ട് എങ്ങനെ സംഭവം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എന്തേ കണ്ട 8 കിലോമീറ്ററേ ഉള്ളൂ എനിക്ക്, ഓൾമോസ്റ്റ് 9 കിലോമീറ്റർ. അപ്പൊ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു. പോയതിനു ശേഷം ആ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നു, മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു വല്ലഭൻ കുന്നിലോട്ട് കയറി പോകുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അധികം ആൾക്കാരും വരുമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി തേയിൽ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വീടിൻ്റെ മുമ്പിൽ കിടക്കുന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പാറ വഴി കയറി പോകണം എന്നാണ് ഞാനിപ്പോൾ അവിടെ ചോദിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു വീട്ടിലെ ഒരു ചേച്ചി പറഞ്ഞത്. അവരുടെയും തെറ്റിയും തെറിച്ചുമൊക്കെ ആയിട്ട് കുറച്ച് എന്താ പറയുക വീടുകളൊക്കെ ഉണ്ട്. പിന്നുള്ളത് കുറേ റബ്ബർ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറി പോയി നോക്കാം. അടിപൊളി. രാവിലെയൊക്കെയാണ് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഉച്ചയായി. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് വലിയൊരു ക്ഷീണം പറയാനില്ല. അടിപൊളി. അപ്പം എന്തായാലും മുകളിലോട്ട് കയറട്ടെ. ഓക്കെ, അവിടെ 1-2 ബൈക്കുകളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ആരൊക്കെയോ കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്ഷീണിക്കൂട്ടാ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു റബ്ബറും തോട്ടത്തിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആ പാറ വഴി അങ്ങോട്ട് കയറി പോകണം എന്നാണ്. നോക്കിക്കേ, ഇതാണ് പാറ, കാണാൻ പറ്റും നിങ്ങൾക്ക്. കൊള്ളാം. ഓക്കെ പാറയുടെ മുകളിൽ നിന്ന് അവിടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ. ഈ 2 ബൈക്കിൽ വന്നവർ അവിടെ നിന്ന് ഉള്ളവരായിരിക്കണം. കൊള്ളാം. അപ്പോൾ കഴിച്ച് ഈ പാറ ഞാൻ ഇനി കയറണം. അയ്യോ, ഇവിടെ ഇച്ചിരി വെള്ളമൊക്കെ വേണ്ടി ഇച്ചിരി വഴുക്കലൊക്കെ ഉണ്ട്. 2 ബൈക്ക് പിടിച്ചിട്ടുണ്ട് ഓൾറെഡി വന്ന ആൾക്കാരുടെ. അപ്പോൾ ഞാൻ കയറട്ടെ. ആഹാ, കൊള്ളാമല്ലോ. വന്നപ്പോഴേ നമ്മുടെ വ്യൂ പോയിന്റ് കണ്ടതേ, സൂം ചെയ്ത് കാണിക്കാം. ഇത് ആ കാണുന്നുണ്ടോ, ജഡായുപ്പാറയാണ്. നമുക്ക് സിമ്പിളായിട്ട് സൂം ചെയ്യട്ടെ കുറച്ചുകൂടെ. കണ്ടോ ആ ജഡായുവിൻ്റെ ആ ഒരു സംഭവം കണ്ടില്ലേ നിങ്ങൾ? ആ കാണുന്നത് ജഡായുവിൻ്റെ ആ വിഗ്രഹമാണെന്നാണ് തോന്നുന്നത്. അടിപൊളി. അതെ, അത് തന്നെ ഗൈസ്, അടിപൊളി. ദേ എന്തോ ആ കാണുന്നതാണ് ജഡായുപ്പാറ. നന്നായിട്ട് അയക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇപ്പം ഈ വഴി കൂടെ കയറിയിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട്. മുകളിലോട്ട് പോയി നോക്കാം. അടിപൊളിട്ടാ, രക്ഷയില്ല. ഭയങ്കര വ്യൂ ആണ്. ഇത് ഇത്ര നല്ല ആൾക്കാർ ആരും അറിഞ്ഞില്ലാവോ? സെറ്റ് സ്ഥലം കേട്ടോ, സെറ്റ്. ഒന്നുകൂടെ കുറച്ചുകൂടെ മുകളിലോട്ട് കയറാറുണ്ട്. മുകളിലോട്ട് കയറട്ടെ. സംഭവം ഈ പാറയുടെ മുകളിൽ മൊത്തം പോച്ചയൊക്കെ വളർന്ന് കിടക്കുകയാണ്. ക്ഷീണിച്ചുട്ടാ. കുറേ സൈക്കിളൊക്കെ ചവിട്ടിട്ടൊരു കാര്യമില്ലല്ലോ, കയറുമ്പോൾ ആയിപ്പ് തന്നെ. ഒരുപാട് ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ, കാരണം വളരെ കുറച്ച് ആൾക്കാർ ഈ സംഭവം അറിയുന്നുള്ളൂ. ഏതുപടിയാണെന്ന് അറിയാൻ വയ്യല്ലോ. ഈശ്വര, ഇതങ്ങനാണോ ഇതിങ്ങനാണോ? ഇതിങ്ങോട്ട് കയറി നോക്കാം. അപ്പോൾ ആ സൈഡിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ജഡായുപ്പാറ കാണാൻ പറ്റുന്നത്. ഇത് കുറച്ചുകൂടെ ടോപ്പിലോട്ട് വരുന്ന വഴിയാണ്. എന്തായാലും പോയി നോക്കാം. യെസ്, എത്തി. അയ്യോ, ട്രൈപോഡ് പോയി. ഓക്കെ, ഫൈനലി ഞാൻ ഈ ഒരു പാറയുടെ അല്ലെങ്കിൽ ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആണ്. എന്ന് വെച്ചാൽ 360 വ്യൂ നമുക്ക് കിട്ടും. ഇതൊന്ന് കറങ്ങി കണ്ടോ. ഈ ഏരിയയിലുള്ള ഫുള്ള് വ്യൂ നമുക്ക് കിട്ടും. ഫുള്ളെന്ന് വെച്ചാൽ നല്ല ടോപ്പിലായതുകൊണ്ട് ചുറ്റുമുള്ള ആ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഉച്ചയായതുകൊണ്ട് ഇപ്പം ആ ഒരു മഴയുടെ ഒരു സംഭവമൊക്കെ പോയിട്ട് കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, മാനേജബിൾ ആണ്. ക്ഷീണിക്കും ഇനി മുകളിൽ കയറി വരുമ്പോഴത്തേക്ക്. ഞാനിപ്പോഴും അയക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് ഫുള്ള് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിക്കോ, ഇതാണ് സംഭവം. അടിപൊളിയല്ലേ? ഞാൻ ഇനി ഒന്ന് സൂം ചെയ്യാം. ദേ ആ കാണുന്നതാണ് ജഡായുപ്പാറ. നിങ്ങൾക്ക് കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ സൂം ആവണില്ല അത്രയ്ക്ക് അങ്ങോട്ട്. ഇതേ കണ്ട, ഇപ്പോൾ സൂം ആയിട്ടുണ്ട്. ആ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജഡായുപ്പാറ. അപ്പോൾ ആ ജഡായുവിൻ്റെ പ്രതിഷ്ഠയൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. ആ ഒരു വിഗ്രഹം നിങ്ങൾക്ക് കാണാം. ഞാൻ നോർമലാക്കട്ടെ. അല്ല, ഇത്രയും ദൂരത്താണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. എന്നാൽ അതുകൂടി തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട് ഈ ഒരു സ്ഥലത്തിന്. അപ്പോൾ രാവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൂടൽമഞ്ഞും സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ജഡായുപ്പാറ കാണാൻ പറ്റിയില്ല എന്ന് വരാം. പക്ഷേ ഇതൊരു അമേസിങ് പ്ലേസ് ആണ് കേട്ടോ. ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടായിട്ട് ഇത് അധികം ആൾക്കാർ അറിയുന്നില്ല എന്നുള്ളത് കഷ്ടമാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടുകൂടെ പോയി നോക്കാം. ഒരു പക്ഷേ അപ്പുറത്തെ സൈഡിലത്തെ വ്യൂ നമുക്ക് കിട്ടുമായിരിക്കും. കിട്ടില്ല സ്ഥലമാണേ. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൂരെ നല്ല ഇൻഫിനിറ്റി ആയിട്ട് നമുക്കൊരു വ്യൂ കിട്ടുന്നുണ്ട്. എന്തായാലും സുഖമായിട്ട് കയറി വരാം. ഇപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഗൂഗിളിൽ കിടക്കുന്ന കുറച്ച് ഫോട്ടോസ്, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കിടക്കുന്ന കുറച്ച് ഇതിലൊക്കെ വിദേശീയരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിവിടെ ഫോട്ടോ എടുത്ത് പോയിട്ടുള്ളതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ
ഈ ഒരു സംഭവത്തിൻ്റെ ആൾക്കാരാണോ നമുക്കറിയത്തില്ല. എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട്. ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റുന്ന സ്ഥലമേ ഉള്ളൂ. തൊട്ട് താഴെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വേറെ റിസ്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൾക്കാരൊക്കെ നോർമലാണ്. ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഈ പാറയിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ തന്നെ ഒരു വീടുണ്ട്. അതുകൊണ്ട് റിസ്കിൻ്റെ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല. ഫാമിലിയായിട്ടോ കപ്പിൾസായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ വരാവുന്നതാണ്. ഞാനിപ്പോൾ ആക്ച്വലി ഒറ്റയ്ക്കാണ് വന്നത്. അയ്യോ അടിപൊളി. ഇത് ഇങ്ങോട്ടും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി കാണാം. വരുന്നവർ ഇച്ചിരി ഫുഡും വെള്ളമൊക്കെ കൊണ്ടുവന്നോളുക. കാരണം ഇവിടെ ഒരു കട പോലും ഇല്ല. താഴെ കാണാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് വെച്ചാൽ കുറച്ച് താഴോട്ടൊരു ജംഗ്ഷൻ ഉണ്ട്. പക്ഷേ അതല്ലാതെ വേറെ ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ബെറ്റർ നമ്മൾ കുറച്ച് വെള്ളം കയ്യിൽ കരുതുന്നതാണ്. അപ്പോൾ അങ്ങോട്ട് ആരും ലെവലായിട്ടുള്ളതേ ഉള്ളൂ. മുകളിലോട്ട് പിന്നെ കയറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാം. അടിപൊളിട്ടാ. ഞാനൊരു ഡിപ്പിൽ കയറി നിൽക്കുകയാണ്. വേറെ കുറച്ച് ആൾക്കാരുടെയൊക്കെ കയറി വരുന്നുണ്ട്. എന്തായാലും അടിപൊളി കേട്ടോ. വന്ന് കാണട്ടെ എല്ലാവരും. നല്ല രസമല്ലേ. നമുക്ക് ഇൻഫിനിറ്റി റിവ്യൂവും സംഭവങ്ങളൊക്കെ കിട്ടത്തുണ്ട് ഇവിടെ. കിടിലം. രാവിലെ വൈകുന്നേരം കൂടെ വരുന്നതായിരിക്കും. കുറച്ച് മഴയുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പം മഴയില്ലാതായി, കുറച്ച് വെയിലായി. ഇനി പാറയുടെ മുകളിൽ കയറിയപ്പോഴത്തേക്ക് അടിപൊളി. സെറ്റ് 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 സെറ്റ്. സംഭവം അടിപൊളിയാണ്. എന്തായാലും ഈ ഒരു ലൊക്കേഷൻ്റെ ഗൂഗിൾ പേജും അവരുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും വന്ന് കണ്ടിട്ട് പോവുക. രാവിലെ വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത്. ഞാൻ മഴയുണ്ട് കരുതി ഈ സമയം ഇറങ്ങിയെങ്കിലും പാറയുടെ മുകളിൽ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ ഏരിയയും നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കാണുന്ന നമ്മുടെ ജടായുപ്പാറ തന്നെയാണ്. നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഈ സമയത്ത് വന്നതുകൊണ്ട്. പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നല്ല പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം ഇപ്പം ഒരുപാട് ആൾക്കാരൊന്നും വരാത്തത്. റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇവിടെ ചെക്കിങ്ങിനോ വേറെ പരിപാടിക്കോ ഒന്നുമില്ല. എങ്കിലും ഡെഫിനറ്റ്ലി ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് വരാതിരിക്കുകയെന്നേ പറയത്തുള്ളൂ. കാരണം ഈ ഒരു കോവിഡ് സമയമൊക്കെ അതിന് ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 3 പേര് അവരെ അങ്ങനെ മുകളിലോട്ട് കയറി പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോലും മാസ്ക് ഇടാതിരിക്കുന്നത്. അപ്പോൾ വേറെ ഇഷ്യൂസൊന്നുമില്ല. നല്ല രീതിയിൽ വന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. തീർച്ചയായിട്ടും വരിക. അടിപൊളിയാണ്. ഒരുപാട് നല്ല ഫോട്ടോസും ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഞാൻ തന്നെ ഇത് വെറുതെ ഇരുന്ന് തപ്പി ഒരു അരമണിക്കൂർ മുമ്പ് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞത്. കാരണം ഇതിനു മുമ്പ് ഇങ്ങനൊരു വല്ലഭൻകുന്ന് ഹിൽ ടോപ്പ് വ്യൂ പോയിൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ 1-2 പേരോട് കണ്ടതിന് ശേഷം സൈക്കിളിൽ ഇങ്ങോട്ട് വരാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇച്ചിരി കട്ടിയാണ്. കുറച്ച് തേരി ഇറക്കമൊക്കെ ഉള്ളതുകൊണ്ട് പാട്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചപ്പോഴും അവനും അങ്ങനെ ഒരു ഐഡിയ ഇല്ല ഇങ്ങനൊരു സ്ഥലം ഉള്ളതായിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ കയ്യോടെ വന്ന് കളയുന്നൊരു അപ്പം തന്നെ കാറും എടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒക്ടോബർ 11-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കാണുന്നവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ പറയാനായിട്ട്. ഇനിയിപ്പം പതുക്കെ താഴോട്ട് ഇറങ്ങി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് വിഷ്വൽസ് കൂടെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാനിപ്പോൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേ നമ്മുടെ സംഭവങ്ങളൊക്കെ ഒന്നുകൂടെ കാണിച്ചു തരാം. 360 ഡിഗ്രിയിൽ അടിപൊളിയായിട്ടില്ലേ? കിടിലല്ലേ? കിടിലം. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ അങ്ങനെ ഇറങ്ങാനും നല്ല ചപ്പലിട്ടുകൊണ്ട് വന്നോട്ടോ. ചിലപ്പോൾ ചർക്കി താഴെ പോകണ്ട. ഇനിയിപ്പോൾ വന്നേക്കാം. അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരണ്ടല്ലോ. പിന്നെ ചർക്കില് അവിടെയൊക്കെ കണ്ട അത്യാവശ്യം നല്ലൊരു വ്യൂ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വെയിലൊക്കെ അങ്ങ് പോയത് അത്യാവശ്യം നല്ല സമാധാനമുണ്ട്. അടിപൊളി.
അപ്പം ഞാനിപ്പം താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവഴിയല്ലേ വന്നതിനെ? അല്ല അതില്ല, അതുവഴിയാണ്. അപ്പോൾ വന്ന വഴി മനസ്സിലാവാൻ വേണ്ടിയിട്ട്, കാരണം പാറയുടെ വഴി ആയതുകൊണ്ട് ഏത് വഴിയാണെന്ന് അറിയാൻ വയ്യ. ഞാൻ ഒരു മരത്തിൻ്റെ ചില്ലൊക്കെ ഒഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് വന്നിട്ട് പിന്നെ അവസാനം പെട്ട് പോകണ്ടെന്ന് കരുതി. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങാണ്. 2 സെറ്റ് ഉണ്ട് ആക്ച്വലി ഈ ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട്. അതായത് ഇതിനല്ലേ വന്നപ്പോൾ ഇത്രയും കാടില്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പം ആദ്യത്തെ ഒരു വഴി എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് കുറച്ച് താഴെയാണ്. അപ്പോൾ അതും കഴിഞ്ഞത് ഇങ്ങോട്ട് മുകളിലേക്ക് കയറി വരാം. നമുക്ക് മുകളിലേക്ക് കയറി വരുമ്പോഴത്തേക്കാണ് ഈ ഒരു രണ്ടാമത്തെ വ്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാനിപ്പോൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പൊക്കത്തിന് പുല്ലൊക്കെ വളർന്നിരിക്കുന്നുണ്ടേ. ഓക്കെ, വഴി തെറ്റിയിട്ടില്ല. നടന്നു വരാൻ കാല് ശ്രദ്ധിച്ചുകൊണ്ട് വീഡിയോയിൽ ചിലപ്പോൾ കറക്റ്റിന് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ടാവില്ല. ഐ എം സോറി കേട്ടോ. അമ്മേ. ഓക്കെ, വഴി തെറ്റിയില്ല. അപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ താഴോട്ട് പോകണം, അതുവഴി നേരെ വീട്ടിൽ പോകണം. വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഇന്ന്. അപ്പോൾ ഗൈസ്, ഇതിപ്പോൾ ആ മോളിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെയും വേറെ കുറച്ച് പരന്നൊരു സംഭവമായിട്ട് കിട്ടും. അവിടെ ദൈവം ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് ഞാൻ. സെറ്റ് ഒരു കല്ലാണ്, വീഴാതെ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. ഇത് കണ്ട, കാരണം നിലവിളിച്ചാൽ അടുത്ത ആളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഈ സംഭവം അടിപൊളിയല്ലേ? ഇത് കിടിലൻ, കിടിലൻ, ഒന്നും പറയാനില്ല. അടിപൊളി. നോക്കിക്കോ, താഴോട്ടുണ്ടോ, നല്ല കുഴിയാണ് സംഭവം. അവിടുന്ന് നോക്കുമ്പോൾ നമ്മുടെ അടിപൊളി ആ കാണുന്നതാണ് ജടായുപ്പാറ. ഒന്നുകൂടെ കാണിച്ചേക്കാം. അത് ചിലപ്പം ക്യാമറയിൽ കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടാവുന്നില്ല, പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ജടായുവിൻ്റെ ആ ഒരു വിഗ്രഹം, ആ ഒരു പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയും. അടിപൊളി. കാരണം ചിലപ്പോൾ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഐസ് കൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയും. ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ആ ഒരു ജടായുപ്പാറ എന്നുള്ള കൺസെപ്റ്റ്. പിന്നെയും ജടായുപ്പാറയ്ക്ക് അപ്പുറത്തോട്ട് അങ്ങ് ദൂരെയായിട്ട് വേറെ എന്തൊക്കെ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ അതെന്തോ കറക്റ്റ് നമുക്ക് അറിയാൻ വയ്യ. അടിപൊളി. അപ്പോൾ ഇനിയിപ്പം തിരിച്ചിറങ്ങാനുള്ള സമയമാണ്. ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വല്ലഭൻപാറ ഹിൽ ടോപ്പ് വ്യൂ പോയിൻറ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടിപൊളി ഒരു സ്ഥലമാണ്, ഹാപ്പി ആയിട്ട് വന്ന് കണ്ടു പോകാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിൻ്റാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇങ്ങനൊരു ലൊക്കേഷനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഈ ലൊക്കേഷൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ ഇട്ടേക്കാം. മാക്സിമം സേഫായിട്ട് വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടൊക്കെ പോവുക. ഇവിടെ ഒരു ചെറിയ പാറമട ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതേ കണ്ട, ഇത് മുമ്പ് പാറ പൊട്ടിപ്പ് നടന്നിരുന്നൊരു സ്ഥലമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബട്ട് അടിപൊളി സ്ഥലമാണ്. അപ്പം ജടായുപ്പാറ വ്യൂ പോയിൻ്റ് എന്നോ അല്ലെങ്കിൽ വല്ലഭൻപാറ ഹിൽ ടോപ്പ് വ്യൂ പോയിൻ്റോ എന്നൊക്കെയാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല, മേ ബി കിട്ടുമായിരിക്കാം. ഞാൻ വ്യൂ പോയിൻ്റ് നിയർ മീ എന്ന് അടിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ലൊക്കേഷൻ കാണാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ തന്നെ ചാടിക്കയറി വന്നു, വിഷ്വൽസ് എടുത്തു. ഇനിയിപ്പോൾ നേരെ തിരിച്ചു പോകണം, വേറെ പരിപാടികളും ബാക്കി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ സ്ഥലം. നന്നായിട്ട് വന്ന് സേഫായിട്ട് എൻജോയ് ചെയ്ത് പോവുക. ഞാൻ തിരിച്ചിറങ്ങുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു സ്ഥലം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. കൊല്ലം തിരുവനന്തപുരം ബോർഡറിൽ പകൽക്കുറി, പാരിപ്പള്ളി, കൊല്ലത്ത് ഒക്കെയുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് വന്ന് പോകാവുന്ന സ്ഥലമാണ്. ഒരു അല്പം പരിചയമുള്ള സ്ഥലം അടുത്ത് പറയാനായിട്ട് മൂതല എന്നാണ്. മൂതല ജംഗ്ഷന് അടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ട്രിയോ ട്രാവലർ.